ഹലോ ഓൾ, എല്ലാവർക്കും അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തത് സർക്കുലേറ്ററി സിസ്റ്റമാണ്. സർക്കുലേറ്ററി സിസ്റ്റത്തിലെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിലായിരുന്നു നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്തത്. കാർഡിയോ വാസ്കുലർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൽ മെയിനായിട്ടും വരുന്നത് ഹാർട്ടും ആൻഡ് ബ്ലഡ് വെസൽസുമാണ്. എന്തായിരുന്നു ഹാർട്ടിൻ്റെ ഫീച്ചേഴ്സ്? കോൺ ഷേപ്പ്ഡ് ഹോളോ മസ്കുലർ ഓർഗൻ ആൻഡ് സിറ്റുവേറ്റഡ് ദ thoracic cavity and subdivided into 4 chambers: right atrium, right ventricle and left ventricle. Then ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർട്ടിലെ ബ്ലഡ് വെസൽസുകളെ കുറിച്ചാണ്. ബ്ലഡ് വെസൽസ് ഓഫ് ദ ഹാർട്ട്. നമുക്കറിയാം ഇംപ്യൂർ ബ്ലഡ് ആൻഡ് പ്യുവർ ബ്ലഡ്. എന്താണ് ഇംപ്യൂർ ബ്ലഡ് ആൻഡ് പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത്? ഇംപ്യൂർ ബ്ലഡ് എന്ന് പറയുന്നത് അതിൽ വരുന്ന മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. നമ്മുടെ ശരീര കലകളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, മെറ്റബോളിക് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ ലയിച്ചു ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ നിന്നും റിമൂവ് ആകുന്നത്. അതുപോലെ മെറ്റബോളിക് പ്രോസസ്സിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഗ്യാസാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഈ ഓക്സിജൻ എത്തുന്നതും എങ്ങനെയാണ്? ബ്ലഡ് വഴിയാണ്. പ്യുവർ ബ്ലഡ്, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് മൂവ് ചെയ്യുന്നത് ആർട്ടറീസിലൂടെയും, അതുപോലെ ഇംപ്യുവർ ബ്ലഡ്, കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് പാസ് ചെയ്യുന്നത് വെയിനിലൂടെയും ആണ്. ഹാർട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പമ്പിങ് ഓഫ് ബ്ലഡ്. ഒരിക്കലും ഗ്യാസ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഫിൽട്രേഷനോ എവിടെ വെച്ച് നടക്കുന്നില്ല? ഹാർട്ടിൽ വെച്ച് നടക്കുന്നില്ല. ജസ്റ്റ് ബ്ലഡിനെ പമ്പ് ചെയ്ത് വിടുന്ന ഒരു ഓർഗനാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത് ലങ്സിൽ വെച്ചാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇംപ്യൂർ ബ്ലഡിനെ ശേഖരിച്ച് ഹാർട്ടിലെ ഫസ്റ്റ് ചേംബറായ റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തിക്കുന്നു. അതിനുശേഷം ട്രൈക്കസ്പിഡ് വാൽവ് വഴി അത് റൈറ്റ് വെൻട്രിക്കിളിലേക്കും, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമനറി വാൽവ് വഴി ബ്ലഡ് പോകുന്നത് ലങ്സിലോട്ടാണ്. ലങ്സിൽ നിന്നും അവിടെ വെച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളിയിട്ട് ഓക്സിജനെ ബ്ലഡിലേക്ക് ലയിപ്പിക്കുന്നു. അതിനുശേഷം തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടും അവിടെ നിന്ന് മിട്രൽ വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ടും എത്തുന്നു. അവിടെ നിന്ന് അയോട്ട വഴിയാണ് ബ്ലഡ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അതായത് അവിടെ വെച്ച് ബ്ലഡ് പ്യുവർ ബ്ലഡാണ് അയോട്ട വഴി പോകുന്നത്. ഇത്തരത്തിലാണ് ഹാർട്ടിൽ ബ്ലഡിൻ്റെ പമ്പിങ് നടക്കുന്നത്. Then discuss about blood vessels of the heart. The impure or venous blood is collected from the lower part of the body by inferior vena cava and upper part of the body by superior vena cava. Both these empty their blood into the right atrium. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്, ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്യുന്നത് ആരാണ്? സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുന്ന രണ്ട് വെയിനുകളാണ്. സുപ്പീരിയർ വീനക്കാവ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അപ്പർ പോർഷനിൽ നിന്നാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ലോവർ പാർട്ടിൽ നിന്നാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. ഈ രണ്ട് വെയിനുകളും, വീനക്കാവ മീൻസ്
ലാർജർ വെയിൻസ്. ഈ രണ്ട് വെയിൻസും എന്താ ചെയ്യുന്നത്? ഇംപ്യൂർ ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിലോട്ടാണ് എത്തിക്കുന്നത്. The four pulmonary veins carries pure blood from the lung to left atrium. ലങ്ങിൽ വെച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടന്ന് ഓക്സിജനെ സ്വീകരിച്ച പ്യുവർ ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നത് പൾമനറി വെയിൻസ് ആണ്. 4 പൾമനറി വെയിൻസ് ആണ് ഉള്ളത്. 2 ലെഫ്റ്റ് ലങ്ങിൽ നിന്നും 2 റൈറ്റ് ലങ്ങിൽ നിന്നുമുള്ളത്. The opening of the collecting vessels are not guarded by valves. കളക്റ്റിംഗ് വെസൽസുകളുടെ ബ്ലഡ് കളക്ട് ചെയ്യുന്ന വെസൽസുകൾക്കൊന്നും എന്തില്ല? വാൽവുകൾ കാണപ്പെടുന്നില്ല. The pulmonary artery arising from the right ventricle carries blood to the right and left lungs. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും റൈസ് ചെയ്യുന്ന പൾമനറി ആർട്ടറികളാണ് റൈറ്റ് ലങ്ങിലേക്കും ലെഫ്റ്റ് ലങ്ങിലേക്കും ബ്ലഡിനെ എത്തിക്കുന്നത്. ഇവിടെ പോകുന്ന ബ്ലഡ് ഇംപ്യുവർ ബ്ലഡാണ്. The passage of blood from right ventricle to the pulmonary artery is guarded by the pulmonary semilunar valve. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് ലങ്ങിലേക്ക് എത്താൻ വേണ്ടി പൾമനറി ആർട്ടറി വഴിയാണ് മൂവ് ചെയ്യുന്നത്. ഈ പൾമനറി ആർട്ടറിയിൽ ഒരു വാൽവുണ്ട്. ആ വാൽവിനെയാണ് പൾമനറി സെമിലൂണാർ വാൽവ് എന്ന് പറയുന്നത്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് എവിടേക്കാണ് പോകുന്നത്? ലങ്സിലോട്ട്. ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടി ലങ്സിലോട്ട് പോകുന്ന പാസേജാണ് പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറി വഴിയാണ് ബ്ലഡ് പോകുന്നത്. അവിടെ പൾമനറി ആർട്ടറിയിൽ വരുന്ന വാൽവാണ് പൾമനറി സെമി ലൂണാർ വാൽവ്. The pure blood from the left ventricle is carried to different part of the body through the aorta, which is largest artery of the body. This passage is guarded by the aortic semilunar valve. പ്യുവർ ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലെത്തിയതിന് ശേഷം മിട്രൽ വാൽവ് വഴി എന്ത് ചെയ്യുന്നു? മിട്രൽ വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ട വഴിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിലോട്ട് പ്യുവർ ബ്ലഡ് മൂവ് ചെയ്യുന്നത്. ഈ അയോട്ടയാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ആർട്ടറി. ദിസ് പാസേജ് ഈസ് ഗാർഡഡ് ബൈ ദ അയോട്ടിക് സെമിലൂണാർ വാൽവ്. ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തിയ ബ്ലഡിനെ അയോട്ടയിലേക്ക് പോകാൻ വേണ്ടിയുള്ള പാസേജിൽ കാണപ്പെടുന്ന വാൽവാണ് അയോട്ടിക് സെമിലൂണാർ വാൽവ്. ബ്ലഡ് മൂവ് ചെയ്യുന്ന പാസേജ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ആരോ മാർക്ക് വഴി. കൂടാതെ ഹാർട്ടിൻ്റെ വിവിധ ഭാഗങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാസ്കുലാർ സിസ്റ്റം. The blood vessels of the body fall into 3 principal classes: arteries, capillaries and vein. Vascular system means vessels. ബ്ലഡ് വെസൽസുകളാണ്. ശരീരത്തിലെ ബ്ലഡ് വെസൽസുകളെ കുറിച്ചാണ് വാസ്കുലർ സിസ്റ്റത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസുകൾ മെയിനായിട്ടും 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ആർട്ടറീസ്, കാപ്പിലറീസ് ആൻഡ് വെയിൻ. ലാർജ് വെസൽസ് കോൾഡ് arteries carry pure blood away from the heart. ലാർജ് വെസൽസുകളെയാണ് ആർട്ടറീസ് എന്ന് വിളിക്കുന്നത്. ഇവ പ്യുവർ ബ്ലഡിനെ ഹാർട്ടിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു.
The arteries of different in size. ആർട്ടറികൾ വിവിധ സൈസിൽ വ്യത്യസ്ത വലിപ്പത്തിൽ കാണപ്പെടുന്നുണ്ട്. ദ ലാർജ് ആർട്ടറി ഈസ് ദ അയോട്ട. ശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ആർട്ടറിയാണ് അയോട്ട. ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. പൾമണറി ആർട്ടറി ഈസ് ദ ഓൺലി ആർട്ടറി ഇൻ ദ ബോഡി വിച്ച് ക്യാരീസ് ഇംപ്യൂർ ബ്ലഡ്. പൾമണറി ആർട്ടറിയാണ് ശരീരത്തിലെ ഏക ആർട്ടറി എങ്ങനെ ഇംപ്യൂർ ബ്ലഡ് ക്യാരി ചെയ്യുന്ന, ശരീരത്തിലെ ഇംപ്യൂർ ശുദ്ധരക്തം ക്യാരി ചെയ്യുന്ന ഏക ആർട്ടറിയാണ് പൾമണറി ആർട്ടറി. The major arteries divided smaller arteries which again divided into arterioles then divided into capillaries. ലാർജ് ആർട്ടറീസ് ഡിവൈഡ് ചെയ്ത് സ്മോളർ ആർട്ടറീസായി മാറുന്നു. അതിനുശേഷം എഗൈൻ ഡിവൈഡ് ചെയ്തിട്ട് ആർട്ടീരിയോൾസായി മാറും. ഈ ആർട്ടീരിയോൾസ് ദെൻ ഡിവൈഡ് ചെയ്തിട്ട് സ്മോൾ കാപ്പിലറീസ് ആയിട്ട് മാറുന്നു. ദ കാപ്പിലറീസ് കൺവേർജ് ഇൻ ടു വെരി സ്മോൾ വെസൽസ് കോൾഡ് വെന്യൂൾസ്. കാപ്പിലറീസ് പിന്നെ എന്ത് ചെയ്യുന്നു? കൺവേർജ് ചെയ്യുന്നു, അതായത് ഒരുമിച്ച് ചേർന്നിട്ട് ചെറിയ വെസൽസുകളാവുന്നു, സ്മോൾ വെസൽസുകളായി മാറുന്നു. ഇവയാണ് വെന്യൂൾസ് എന്നറിയപ്പെടുന്നത്. വിച്ച് ഇൻ ടേൺ ടു ജോയിൻ ടു ഫോം ലാർജർ വെസൽസ് കോൾഡ് വെയിൻസ്. ഇവ വീണ്ടും വെന്യൂൾസുകൾ കൂടിച്ചേർന്ന്, കാപ്പിലറീസ് കൂടിച്ചേർന്ന് വെന്യൂൾസ് ഉണ്ടാവുന്നു. വെന്യൂൾസുകൾ കൂടിച്ചേർന്നിട്ട് ലാർജ് വെസൽസുകളായ വെയിൻസ് ഫോം ചെയ്യും. ദ ലാർജസ്റ്റ് vein in the body are superior and inferior vena cava, which the return blood to the right atrium. ശരീരത്തിലെ ഏറ്റവും വലിയ വെയിനുകളാണ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ എന്ന് പറയുന്നത്. ശരീരത്തിലെ ഇംപ്യൂർ ബ്ലഡിനെ, വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇംപ്യൂർ ബ്ലഡിനെ സ്വീകരിച്ച് എവിടെ എത്തിക്കുന്നു? റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ superior and inferior vena cava. വാസ്കുലാർ സിസ്റ്റം ഒന്നുകൂടെ പറയാം. വെയിനുകളെ, വെസൽസുകളെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ആർട്ടറീസ്, കാപ്പിലറീസ് ആൻഡ് വെയിൻ. ലാർജ് വെസൽസുകളെയാണ് ആർട്ടറീസ് എന്ന് വിളിക്കുന്നത്. ഇവ എന്ത് ചെയ്യുന്നു? ഹാർട്ടിൽ നിന്നും പ്യുവർ ബ്ലഡിനെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇവ വിവിധ സൈസിലുണ്ട്. ആർട്ടീരിയൽസ് ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്, ആർട്ടീരിയോൾസ് ഉണ്ട്, ദെൻ കാപ്പിലറീസ് ആയിട്ട് മാറുന്നു. ശരീരത്തിലെ മെയിൻ ലാർജ് ആർട്ടറിയാണ് അയോട്ട എന്ന് പറയുന്നത്. പൾമണറി ആർട്ടറിയാണ് ശരീരത്തിൽ അശുദ്ധ രക്തം ക്യാരി ചെയ്യുന്ന ഏക ആർട്ടറി എന്ന് പറയുന്നത്. ദെൻ കാപ്പിലറീസ് കൂടി ചേർന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? വെന്യൂൾസ് ഫോം ചെയ്യുന്നത്. വെന്യൂൾസുകൾ കൂടിച്ചേർന്ന് എന്ത് ചെയ്യുന്നു? ലാർജ് വെസൽസുകൾ ഫോം ചെയ്യുന്നു. ആ ലാർജ് വെസൽസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെയിൻ എന്ന് വിളിക്കുന്നത്. ശരീരത്തിൽ കാണപ്പെടുന്ന ലാർജ് വെയിനുകളാണ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ എന്ന് പറയുന്നത്. അയോട്ട അല്ലെങ്കിൽ ആർട്ടറീസിലൊക്കെ പ്യുവർ ബ്ലഡാണ് കാണപ്പെടുന്നത്. വെയിനിലാണ് എന്ത് ചെയ്യുന്നത്? ഇംപ്യുവർ ബ്ലഡ് കാണപ്പെടുന്നത്. ഓക്കെ. ദെൻ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡിൻ്റെ സർക്കുലേഷൻ രണ്ട് തരത്തിലുണ്ട്. അവയൊന്ന് പരിചയപ്പെടാം. ദ ഹാർട്ട് ഈസ് ദ ചീഫ് ഓർഗൻ ഓഫ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ക്യാൻ ബി മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 2. നമ്മുടെ ഹാർട്ടിൻ്റെ സർക്കുലേഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ബ്ലഡിൻ്റെ സർക്കുലേഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ബ്ലഡിൻ്റെ സർക്കുലേഷനെ മെയിനായിട്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും. പൾമണറി സർക്കുലേഷൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ ലെസർ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തേത് സിസ്റ്റമിക് സർക്കുലേഷൻ, അതിനെ നമ്മൾ ഗ്രേറ്റർ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നു. Pulmonary circulation
lesser circulation. The course of blood from the right ventricle through the lung to the left atrium is called pulmonary circulation. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലങ്സ് വഴി ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഇതിനെയാണ് പൾമനറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ട്രൈക്കസ്പിഡ് വാൽവ് വഴി ബ്ലഡ് എവിടെ എത്തുന്നു? റൈറ്റ് വെൻട്രിക്കിളിലെത്തുന്നു. ഈ റൈറ്റ് വെൻട്രിക്കിളിലെത്തിയ ബ്ലഡ് ലങ്സ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലെത്തുന്ന സർക്കുലേഷനാണ് പൾമനറി സർക്കുലേഷൻ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പൾമനറി ആർട്ടറി വഴി എവിടെ എത്തുന്നു? ലങ്സിലെത്തുന്നു. തിരിച്ച് ബ്ലഡ് വരുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടാണ്. ഈ സർക്കുലേഷൻ നമ്മൾ പൾമനറി സർക്കുലേഷൻ എന്ന് വിളിക്കുന്നു, അഥവാ അല്ലെങ്കിൽ ലെസർ സർക്കുലേഷൻ. Systemic circulation or greater circulation, the course of blood from the left ventricle through the different part of the body into the right atrium is called systemic circulation. ഇവിടെ നടക്കുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് റൈറ്റ് ഏട്രിയത്തിലെത്തുന്നു. ഇവിടെ നമ്മൾ പ്യുവർ ബ്ലഡ് ഇംപ്യുവർ ബ്ലഡായി മാറുന്നതാണ് പറയുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് അയോട്ടിക് വാൽവ് വഴി അയോട്ടയിലെത്തുന്നു. അയോട്ടയിലെത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് പോകുന്നത് പിന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ്. അതിനുശേഷം വീണ്ടും ഇംപ്യുവർ ബ്ലഡായി മാറി സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കവ വഴി റൈറ്റ് ഏട്രിയത്തിൽ വന്ന് ബ്ലഡ് എത്തുന്നു. ഈ സർക്കുലേഷനെയാണ് നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. പൾമനറി സർക്കുലേഷൻ എന്ന് പറയുന്നത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലങ്സ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിൽ ബ്ലഡ് എത്തുന്നു. ഇവിടെ നടക്കുന്നത് ഇംപ്യുവർ ബ്ലഡിനെ പ്യുവർ ബ്ലഡാക്കി മാറ്റുന്നത്. സിസ്റ്റമിക് സർക്കുലേഷനിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ബോഡി പാർട്ടിലൂടെ സഞ്ചരിച്ച് വീണ്ടും ബ്ലഡ് എവിടെ എത്തുന്നു? റൈറ്റ് ഏട്രിയത്തിലെത്തുന്നു. ഇവിടെ പ്യുവർ ബ്ലഡ് എന്തായി മാറുന്നു? ഇംപ്യുവർ ബ്ലഡായിട്ട് മാറുന്നു. ഇതാണ് പൾമനറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ ബാക്കി പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.